അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതായത് ഞാൻ ഇന്ന് മറ്റൊരു വിഷയമായിട്ടാണ് നിങ്ങളത് വന്നിരിക്കുന്നത്. മുളക് നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ മുളക് എന്ന് പറഞ്ഞാൽ ഞാനിതിപ്പോൾ കുറച്ച് സാമ്പിളിനായിട്ട് എടുത്ത് വെച്ച കൊളുന്ന മുളകാണ്. ഇത് കൊളുന്നില്ലാത്ത മുളകാണ്. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മുളക് എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് നമ്മൾ ഈ പാടത്തു നിന്നൊക്കെ പറിച്ച് അതിനെ ഉണക്കിയിട്ടൊക്കെ കൊണ്ടുവരുന്നതാണ്. പക്ഷേ ഇതിൽ ഈർപ്പം ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ തന്നെ അത് ഒന്നെന്ന് പറഞ്ഞാൽ ഒന്ന് വൃത്തിയിൽ കഴുകിയിട്ട് നല്ല വെയിലുള്ള സമയത്ത് ഇട്ട് ഉണക്കുക. എന്നിട്ട് ഇതിൻ്റെ നടു ഇങ്ങനെ മടക്കിയാൽ പൊട്ടുന്ന വിധത്തിൽ ആയിക്കഴിഞ്ഞാലാണ് നല്ല ഒരു പൗഡർ നിങ്ങൾക്ക് കിട്ടും. അത് കുറേ കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ മുളകിലൊക്കെ നല്ലതാ ഈ കളറുള്ള മുളകുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിനെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് മൂത്ത മുളകാണ്, പഴുത്ത മുളകാണ്. അതുകൊണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ എന്നുള്ള ധാരണയൊന്നും വേണ്ട. എല്ലാ മുളകും ഒന്ന് പൊട്ടിച്ച് നോക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ സാധനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ സംഗതി എന്നുള്ളത്. ഇത് ശരിക്കും ബാറ്ററിക്കകത്തുള്ള കാർബണിൻ്റെ ഒരു കണ്ടൻറ്റാണ്. ഇത് വയറ്റിലെത്തിക്കഴിഞ്ഞാൽ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ്. ഇത് നമുക്ക് കിട്ടുന്നത് നോക്കിക്കോളൂ, ഇതിനകത്തുള്ളതാണ്. അപ്പോൾ ഇത്തരം മുളകുകൾ എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഒഴിവാക്കുക. ഇത് പ്രായമുള്ളവരിലും കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം ഇതാണ്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം പൂപ്പല കാണുന്നത്. ഞാനിത് എടുത്തു വെച്ചതാണ്, കാരണം ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. പൊട്ടിക്കുമ്പോൾ കണ്ട ഇതിനകത്തുള്ള കണ്ടില്ല, ഇത് ശരിക്കും ബാറ്ററിക്കകത്തുള്ള കാർബൺ എന്നല്ലാണ്ട് വേറെ സാധനം എന്നായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് മോശമായി സാധനം. ഇതിൽ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ ഒന്നിക്ക് വയറ്റുപോക്ക് കിട്ടും, അല്ലെങ്കിൽ ഛർദ്ദിൽ, അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരുന്ന സാധനങ്ങളാണ് ഇത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ മുളകുകൾ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല നല്ല മുളക് കൂടി ചീത്തയായി പോകും ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി പൊടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരം മുളകുകൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ മുളക് തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ മറ്റൊരു സൂത്രം കൂടി പറഞ്ഞുതരാം. മുളകിൻ്റെ എരിവ് എങ്ങനെയാണെന്ന് നോക്കുകയെന്ന് പറഞ്ഞാൽ എരിവ് തരുന്നത് പറഞ്ഞാൽ കുരുവൊന്നല്ല. ഇതിനകത്ത് ഈ മുളകിൻ്റെ അകത്തുണ്ട്. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ, ഞാനിപ്പോൾ കത്തി ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ വെറുങ്ങനെ ഇതിനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഈ കുരുവങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു വേര് പോലത്തെ ഒരു സാധനമുണ്ട്. ഇതിനെ സെൻട്രലായിട്ട് ഇവിടെ കടന്നു പോകുന്നത്. അതായത് നിങ്ങൾ ശരിക്കും കണ്ടോ, ഇതാണ് ആ വേര്. ഈ വേരാണ് ഇതിന് മുളകിന് എരിവ് കൊടുക്കുന്ന സാധനമായത്. ഇത് കാണുന്നില്ല, ഇവിടെ ഈ വേര് നമ്മളെടുത്തിട്ട് വെറുങ്ങനെ നാവിൻ്റെ തുമ്പത്തൊന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മുളകിൻ്റെ എരിവ് എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. മുളകിനല്ലാണ്ട് കുരുവല്ല മുളകിന് എരിവ് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇത് വെറുതെ കൈകൊണ്ട് നമ്മൾ വീഡിയോ പോയി കഴിഞ്ഞാൽ ഇത് ഇതിനെ സെൻട്രലൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിനെ എല്ലാ മുളകിൻ്റെ നടുക്കൂടെ ഈ ഒരു ഞരമ്പ് പോകുന്നതായിട്ട് കാണാതാ, ഇതിലേ പോകുന്നുണ്ട്. ഇതിലേ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേര് പോലെ ഈ സാധനം ഇതിനെ നമ്മൾ നാവിന് തുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ മുളകിന് എത്രമാത്രം എരിവുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ കടയിൽ പോയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എരിവുള്ള മുളക് വേണമെങ്കിൽ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മുളക് കിട്ടും. അതുപോലെ മുളകിന് ഒരിക്കലും എന്ന് പറഞ്ഞാൽ കുരു എരിവ് കൊടുക്കുന്നുള്ള ധാരണ ഒന്നും വേണ്ട. കുരു കൂടുതൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് കൈപ്പടിക്കും, മുളകിൻ്റെ ക്വാളിറ്റിയെ മാറിപ്പോകും. അതുകൊണ്ട് പറഞ്ഞാൽ എവിടുന്നെങ്കിലും കുറച്ച് കുരു വാങ്ങിയിട്ട് കൊണ്ടിടാന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ മുളകിൻ്റെ ക്വാളിറ്റിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ 1 കിലോ മുളക് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ എന്താണ് അതിൻ്റെ വിത്തിൻ്റെ അതിൻ്റെ കൂടെ പൊടിക്കലാണ് മറ്റൊരു എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുളകിൻ്റെ ക്വാളിറ്റി പോയി പോകും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്തരം ഓറഞ്ച് നിറമുള്ള മുളകുകൾ പൊട്ടിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ എടുക്കുക. എല്ലാ മുളകും മോശമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൽ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കാർബണിൻ്റെ അത് കറുത്ത നിറമുള്ളതും വെളുത്ത പൗഡർ മാതിരിയുള്ള മുളകുകളാണെങ്കിൽ അത് ഒഴിവാക്കി എടുക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ മുളകുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ സെൻറ്ററൊന്ന് പൊട്ടിച്ചിട്ടൊന്ന് ഈ ഞരമ്പ് ഈ ഒരു വേര് മാതിരി സാധനം നാവിൻ്റെ തുമ്പത്ത് വെച്ചിട്ട് ഇതാക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. എന്നാൽ നല്ല എരിവുള്ളതാണെന്ന് മനസ്സിലാവും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കൂടിൽ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളോളം നമ്മളിങ്ങനെ കെട്ടിയിട്ട് മുളക് വെക്കാൻ പാടില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ചൂട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആവി തന്നെ ഈ മുളക് പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇത് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്, മുളക് ചീത്തയായി പോകും. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിനെ തുറന്നു പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൽ എല്ലാത്തിനും മുളക് ചൂടുള്ള സാധനം കൂടിയാണ്. അപ്പോൾ എന്നാൽ എയർ പുറത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കോട്ടൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് വെക്കാം. ഈ പ്ലാസ്റ്റിക്കിനെ കൂടുന്ന എന്താണ് നിർബന്ധമായിട്ട് ഇത് മാറ്റിയെടുക്കണം. ഇത് അല്ലെങ്കിൽ മുളക് ചീത്തയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ അവർ ഓൾറെഡി നല്ല സീൽ ചെയ്ത് വെച്ചൊരു സാധനമാണ്. ആഴ്ചകളോളം അവിടെ നിന്നിട്ടില്ല.
പിന്നെ നമ്മൾ വാങ്ങിയിട്ട് പിന്നെ ഒരാഴ്ചയോളം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ മുളക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പൂക്കാൻ തുടങ്ങിയ ഘട്ടത്തിലായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവും. നമ്മൾ വീട്ടിൽ ഒരാഴ്ച വെച്ചാൽ പിന്നെ അത് നല്ല രൂപത്തിൽ പൂപ്പലായിട്ട് വരും. പിന്നെ എന്ന് പറഞ്ഞാൽ മുളക് എന്ന് പറഞ്ഞാൽ പൊടിച്ച് കഴിഞ്ഞാൽ മുളകിൻ്റെതായ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, അതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കൂടുതൽ സമയത്ത് ഉപയോഗിക്കാനും പറ്റില്ല, ആ ഒരു സ്ഥിതി വരും. അതുകൊണ്ട് ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അച്ചോസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.